ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്കിന്ന് അടുത്ത പാഠത്തിലേക്ക് പോകാം. ചാപ്റ്റർ നമ്പർ 10, കൃഷ്ണ സുദാമ. കൃഷ്ണനും സുദാമയും. നമുക്കെല്ലാവർക്കും സുഹൃത്തുള്ളത് പോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനും കുട്ടിക്കാലത്ത് ഒരു ആത്മസുഹൃത്തുണ്ടായിരുന്നു. സുദാമ എന്നാണ് സുഹൃത്തിൻ്റെ പേര്. അതായത് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ആത്മസുഹൃത്ത് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ജോ സുഖ് ദുഃഖ് മേ ഹമാരാ സാത്ത് ദേ വഹി സच्चा दोस्त होता है. आप सच्चा दोस्त किसे कहेंगे? जो सुख दुख में हमारा साथ दे वही सच्चा दोस्त होता है. Okay, let's start our interesting story, Krishna Sudama. First paragraph. बहुत समय पहले की बात है. कृष्ण और सुदामा एक ही गुरु के आश्रम में पढ़ते थे. दोनों पक्के मित्र थे और एक दूसरे पर जान छिड़कते थे. मीनिंग्स: गुरु टीचर, पक्के मित्र बेस्ट फ्रेंड, जान छिड़कते ജീവന തുല്യം സ്നേഹിക്കുന്നവർ. ഈ പാഠത്തിലെ ഈ സ്റ്റോറി കുറേ കാലങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവമാണ്. बहुत समय पहले की बात है. कृष्ण और सुदामा एक ही गुरु के आश्रम में पढ़ते थे. ഇവർ രണ്ടുപേരും, അതായത് കൃഷ്ണനും സുദാമയും ഒരേ ആശ്രമത്തിൽ ഒരു ഗുരുവിൻ്റെ കീഴിലാണ് ഇവർ രണ്ടുപേരും പഠിച്ചു വളർന്നു വന്നത്. ദോനോം പക്കേ മിത്രത്തെ, അങ്ങനെ ഇവർ രണ്ടുപേരും ആത്മസുഹൃത്തുക്കളായി മാറി. और एक दूसरे पर जान छिड़कते थे. അങ്ങനെ അവർ ജീവന തുല്യം സ്നേഹിച്ച് വളർന്നു വലുതായി. सेकंड पैराग्राफ. समय बीता. कृष्ण बने द्वारका के राजा, पर सुदामा का जीवन तो गरीबी से भरा था. मीनिंग्स: गरीबी, ദാരിദ്ര്യം. ഓക്കെ. സമയ ബീത്ത, അതായത് കാലങ്ങൾ കഴിഞ്ഞുപോയി. കൃഷ്ണ ബനെ ദ്വാരക കെ രാജ, കൃഷ്ണൻ ദ്വാരകയിലെ രാജാവായി. പർ സുദാമ കാ ജീവൻ തോ ഗരീബി സേ ഭരാത്ത, പക്ഷേ സുദാമയാണെങ്കിലോ തൻ്റെ ജീവിതം ദാരിദ്ര്യത്തിലാണ്. ജീവിതം ദാരിദ്ര്യം കൊണ്ട് നിറഞ്ഞു. നെക്സ്റ്റ് പാരഗ്രാഫ്. एक दिन सुदामा की पत्नी ने उनसे कहा, आप बहुत बार कह चुके हैं कि द्वारका के राजा श्री कृष्ण आपके मित्र हैं. आप उनके पास क्यों नहीं जाते? वे आपकी मदद ज़रूर करेंगे. मीनिंग्स: पत्नी वाइफ, മദത് ഹെൽപ്പ്. ഒരു ദിവസം സുദാമയോട് ഭാര്യ പറയുകയാണ്, നിങ്ങൾ എന്താ കൃഷ്ണനെ കാണാൻ പോകാത്തത്? നിങ്ങളെ ഫ്രണ്ടല്ലേ? കൃഷ്ണനെ കണ്ട് നമ്മുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ അദ്ദേഹം സഹായിക്കും. സുദാമയെ കൃഷ്ണൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ സുദാമയുടെ ഭാര്യ. നെക്സ്റ്റ് പാരഗ്രാഫ്. സുദാമ मान गए. फिर बोले, घर में तो कुछ नहीं है, मित्र के लिए क्या उपहार ले जाऊं?
तब सुदामा की पत्नी पड़ोस से थोड़े भुने हुए चावल ले आई और उनको पोटली में बांधकर सुदामा को दे दिए. मीनिंग्स: उपहार, गिफ्ट. पड़ोस, നെയ്ബർ. ബുനെ ഹുയെ ചാവൽ, ഇവിടെ പറയുന്നത് അവിലാണ്. പോട്ടലി, പൊതിച്ചോറ്. പാക്കറ്റ്. പോട്ടലി മേ ബാന്ദ് കർ വെച്ചാൽ ഒരു കവറിലാക്കി കെട്ടി വെക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വാക്യക്കാർത്ത് ദേക്കിയേ. സുദാമ മാൻ ഗയെ, അതായത് ഇവിടെ അവസാനം ശ്രീകൃഷ്ണനെ കാണാൻ സുദാമ പോകാൻ സമ്മതിക്കുകയാണ് ഇവിടെ. സുഹൃത്തിനെ കാണാൻ പോകുമ്പോൾ സമ്മാനമായി എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ? അതാണ് ഇവിടെ പറയുന്നത്. ഗർമേ തോ കുച്ച് നഹി ഹെ, മിത്ര കെ ലിയെ ക്യാ ഉപഹാർ ലേ ജാവും. വീട്ടിൽ ഒന്നുമില്ല, സുഹൃത്തിന് വേണ്ടി കൊണ്ടുപോകണ്ടേ എന്തെങ്കിലും? തബ് സുദാമ കി പത്നി പഡോസ് സെ തോടെ ബുനെ ഹുയെ ചാവൽ ലേ ആയി. അപ്പോൾ തൻ്റെ ഭാര്യ തൊട്ടടുത്ത വീട്ടിൽ പോയി കുറച്ച് വറുത്ത അവില് കൊണ്ടുവരികയാണ്. और उनको पोटली में बांधकर सुदामा को दे दिए. അതൊരു പൊതിയിലാക്കി കെട്ടി സുദാമയുടെ കയ്യിൽ കൊടുക്കുകയാണ്, തൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ശ്രീകൃഷ്ണന്. നെക്സ്റ്റ് പാർട്ട്. സുദാമ घर से चल तो पड़े लेकिन उनका मन डवाडोल हो रहा था. वे सोच रहे थे, कृष्ण अब इतने बड़े राजा हो गए हैं, अगर उन्होंने ना पहचाना तो. മീനിങ്: ഡവാഡോൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അത് ടെൻഷൻ അടിക്കുക. ഇവിടെ എന്താണ് പറയുന്നത് നോക്കാം. സുദാമ घर से चल तो पड़े लेकिन उनका मन डवाडोल हो रहा था. സുദാമ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, പക്ഷെ ടെൻഷൻ കൊണ്ട് ഒന്നിലും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇവിടെ എന്താണ് ടെൻഷൻ? കൃഷ്ണ അബ് ഇത്തനെ ബഡേ രാജാ ഹോ ഗയേ ഹേ അഗർ ഉന്നോനെ നാ പഹച്ചാനെ തോ. ഇപ്പോൾ കൃഷ്ണൻ വലിയ രാജാവാണ്. അപ്പോൾ ദാരിദ്ര്യനായ ഈ സുദാമ അവിടത്തേക്ക് പോകുമ്പോൾ, സുദാമയെ കാണുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുമോ എന്തോ. ഇതാണ് സുദാമയുടെ ടെൻഷൻ ഇപ്പോഴത്തെ. അതും ചിന്തിച്ചുകൊണ്ട് സുദാമ നടക്കുകയാണ്. അടുത്ത ഭാഗം വരെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. കൃഷ്ണ और സുദാമ कौन थे? കൃഷ്ണ और സുദാമ दोनों मित्र थे, ഫ്രണ്ട്സ് ആണ്. श्री कृष्ण कहाँ के राजा थे? श्री कृष्ण द्वारका के राजा थे. सुदामा की पत्नी ने सुदामा को किसके पास भेजा? സുദാമയുടെ ഭാര്യ സുദാമയെ ആരുടെ അടുത്താണ് പറഞ്ഞയച്ചത്? സുദാമ की पत्नी ने सुदामा को कृष्ण के पास भेजा. सुदामा की पत्नी ने सुदामा से क्या कहा? सुदामा की पत्नी ने सुदामा से कहा, आपके मित्र श्री कृष्ण ज़रूर मदद करेंगे, അതായത് സഹായിക്കും ശ്രീകൃഷ്ണൻ. सुदामा कृष्ण के लिए क्या उपहार ले गए? सुदामा कृष्ण के लिए ബുനെ ചാവൽ ലേ ഗയേ, വറുത്ത അവിലാണ് കൊണ്ടുപോയത്. द्वारका जाते समय सुदामा का मन डवाडोल क्यों हो रहा था? सुदामा ने सोचा, अगर श्री कृष्ण उन्हें ना पहचानेगा तो. इसलिए सुदामा का मन डवाडोल हो रहा था. അതായത് സുദാമേനെ കണ്ടാൽ ശ്രീകൃഷ്ണന് മനസ്സിലാവുമോ എന്നൊരു ടെൻഷനിലായിരുന്നു സുദാമ. नेक्स्ट. चलते चलते आखिर वे द्वारका जा पहुँचे और कृष्ण के महल के द्वार पर
जा खड़े हुए। द्वारपाल ने पूछा, आपको किससे मिलना है? मीनिंग्स: द्वारपाल വാച്ച്മാൻ, ഭീതർ ഉള്ളിൽ, ആദർ ആദരിക്കുക ഹോണർ. നോക്കാം മീനിങ്സ് നോക്കാം ഈ പാരഗ്രാഫിൻ്റെ. അങ്ങനെ സുദാമ നടന്ന് നടന്ന് ദ്വാരകയിൽ എത്തി. കൃഷ്ണൻ്റെ കൊട്ടാരത്തിൻ്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ അവിടെയുള്ള വാച്ച്മാൻ ചോദിക്കുകയാണ് അദ്ദേഹത്തോട്, നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്? അതായത് ചലത്തെ ചലത്തെ ആഖിർ വേ ദ്വാരക ജാ പഹുഞ്ചെ, ദ്വാരകയുടെ മുന്നിൽ വന്ന് നിന്നു. और कृष्ण के महल के द्वार पर जा खड़े हुए. द्वारपाल ने पूछा, अതായത് വാച്ച്മാൻ, ദ്വാരപാൽ വാച്ച്മാൻ, आपको किससे मिलना है? നിങ്ങൾക്ക് ആരെയാണ് ഇവിടെ കാണേണ്ടത്? तब सुदामा बोले, मेरा नाम सुदामा है, मैं अपने मित्र कृष्ण से मिलने आया हूँ. അപ്പോൾ സുദാമ പറഞ്ഞു, എൻ്റെ പേര് സുദാമ എന്നാണ്, ഞാൻ എൻ്റെ ഫ്രണ്ട് കൃഷ്ണനെ കാണാൻ വന്നതാണ്. नेक्स्ट, जैसे ही भीतर जाकर द्वारपाल ने सुदामा का नाम लिया, वैसे ही कृष्ण दौड़े दौड़े बाहर आए और सुदामा को बाहों में भर लिया. फिर आदर से उन्हें अंदर ले गए. കാവൽക്കാരൻ ഉള്ളിൽ ചെന്ന് സുദാമയുടെ പേര് പറഞ്ഞ ഉടനെ കൃഷ്ണൻ പുറത്തേക്ക് ഓടി വന്ന് ആലിംഗനം ചെയ്യുകയാണ്. പിന്നീട് ആദരവോടെ അദ്ദേഹം കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് സുദാമയെ കൂട്ടിക്കൊണ്ട് പോയി. നെക്സ്റ്റ്, പറാത്ത് മേ പാനി ലേക്കർ ഉन्होंने सुदामा के पैर धोए, अपने साथ सिंहासन पर बैठाया. फिर दोनों बहुत देर तक बचपन की बातें याद करके हंसते रहे. മീനിങ്സ്: പറാത്ത് തട്ട്, അതായത് തളിക, സിംഹാസൻ സിംഹാസനം, യാദ് ഓർമ്മിക്കുക, ജിജക് മടിച്ചു നിൽക്കുക, പൈർ ലെഗ്, ഹസ്തെ ചിരിക്കുക. ശ്രീകൃഷ്ണൻ തളികയിലെ വെള്ളമെടുത്ത് സുദാമയുടെ കാൽകൾ കഴുകിക്കൊടുത്തു. തൻ്റെ അടുത്ത് സിംഹാസനത്തിലിരുത്തി. കുറേ സമയം അവർ രണ്ടുപേരും കുട്ടിക്കാലത്തെ ഓർത്ത് സംസാരിച്ച് ചിരിച്ചിരുന്നു. അതായത് കുട്ടിക്കാലത്തെ ഓരോരോ സംഭവങ്ങൾ ഓർത്ത് രണ്ടുപേരും ചിരിച്ചിരുന്നു. अचानक कृष्ण बोले, मित्र, भाभी ने मेरे लिए कुछ उपहार नहीं भेजा. പെട്ടെന്ന് കൃഷ്ണൻ സുദാമയോട് ചോദിക്കുകയാണ്, ജ്യേഷ്ഠത്തി എനിക്ക് സമ്മാനങ്ങൾ കൊടുത്തു വിട്ടില്ലേ? സുദാമ चावलों की पोटली देने में झिझक रहे थे, पर कृष्ण ने प्यार से हाथ बढ़ाकर पोटली ले ली. സുദാമ മടിച്ച് മടിച്ച്, ജിജക് മീൻസ് മടിച്ച് തൻ്റെ ആ പാക്കറ്റ് പൊതി കൃഷ്ണന് കൊടുത്തു. കൃഷ്ണനാണെങ്കിൽ സ്നേഹത്തോടെ അത് എടുത്തു കൊണ്ടുപോവുകയാണ് ചെയ്തത്. कुछ दिन राजमहल में सुख से रहने के बाद सुदामा ने विदा ली. घर लौटते समय वे सोच रहे थे, कृष्ण ने कुछ दिया तो है नहीं, अब घर जाकर मैं अपनी पत्नी से क्या कहूँगा. विदा ली मीन्स അവിടുന്ന് പോവുക. കുച്ച് ദിൻ രാജ്മഹൽ മേ സുഖ് സേ രഹനെ കെ ബാദ് സുദാമനെ വിദാലി, അതായത് കുറച്ച് ദിവസം കൊട്ടാരത്തിൽ നിന്നതിന് ശേഷം അവിടുന്ന് സുദാമ മടങ്ങി. घर लौटते समय वे सोच रहे थे, कृष्ण ने कुछ दिया तो है नहीं, अब घर जाकर मैं अपनी पत्नी से क्या कहूँगा. മടങ്ങിപ്പോകുമ്പോൾ ആലോചിക്കുകയാണ്, കൃഷ്ണൻ ഒന്നും തന്നില്ലല്ലോ, ഭാര്യയോട് പോയിട്ട് ഞാൻ എന്ത് പറയുമെന്ന് ആലോചിച്ച് നടക്കുകയാണ് സുദാമ. നെക്സ്റ്റ് ലാസ്റ്റ് പാരഗ്രാഫ്. സുദാമ
जब वापस अपने घर पहुँचे तो देखकर हैरान रह गए। जहाँ उनकी टूटी फूटी झोंपड़ी थी वहाँ अब महल खड़ा था। वे मन ही मन बोले, यह चमत्कार अवश्य कृष्ण ने ही किया है। उन्होंने मित्र का मान रख लिया। मीनिंग्स: हैरान, സർപ്രൈസ്. ടൂട്ടി ഫൂട്ടി ചോമ്പടി, അതായത് തൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ കുടിൽ. ചമത്കാർ, അത്ഭുതം. ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ മീനിങ്സ്: സുദാമ തൻ്റെ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ അതിശയിച്ചുപോയി. തൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ കുടിലിൻ്റെ സ്ഥലത്ത് ഒരു കൊട്ടാരമാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. സുദാമ മനസ്സിൽ വിചാരിച്ചു, ഇതൊക്കെ, അതായത് ഈ അത്ഭുതങ്ങളൊക്കെ തീർച്ചയായും ശ്രീകൃഷ്ണൻ തന്നെയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ശ്രീകൃഷ്ണൻ തൻ്റെ സുഹൃത്തായ സുദാമയുടെ ദാരിദ്ര്യമൊക്കെ മാറ്റിക്കൊടുത്തു. മോറൽ: സച്ചി മിത്രത കോയി ഭേദഭാവ് നഹി മാൻതി. അതായത് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഡസ് നോട്ട് ബിലീവ് ഇൻ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ഈ പേജും മീനിങ്സ് ഒക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ്. द्वारपाल के मुँह से सुदामा का नाम सुनकर कृष्ण ने क्या किया? कृष्ण दौड़े दौड़े बाहर आए और आदर से अंदर ले गए. ആദരവോടുകൂടി സുദാമയെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. कृष्ण ने सुदामा का आदर सत्कार कैसे किया? സുദാമ के पैर धोए, കാല് കഴുകി കൊടുത്തു. अपने साथ सिंहासन पर बैठाया, തൻ്റെ അരികിൽ സിംഹാസനത്തിൻ്റെ അടുത്തിരുത്തി. ബച്പൻ കി ബാത്തേം യാദ് കർക്കെ ഹസ്തേ ദോനോ. അത് രണ്ടുപേരും കുട്ടിക്കാലത്തെ ഓരോരോ സംഭവങ്ങൾ ആലോചിച്ച് ചിരിച്ചു. നെക്സ്റ്റ്, घर पहुंचकर सुदामा ने क्या चमत्कार देखा? उनकी टूटी फूटी झोंपड़ी के स्थान पर महल खड़ा था. അതായത് തൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ കുടിലിൻ്റെ സ്ഥാനത്ത് ഇപ്പോഴൊരു കൊട്ടാരമാണ് കാണുന്നത്. ഓക്കെ, ഈ പാഠം 2-3 പ്രാവശ്യം നല്ലോണം വായിക്കുക. ഈ പാഠം വായിച്ചാൽ മാത്രമേ ഇനിയുള്ള എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് പേജ് നമ്പർ 58 റോമൻ നമ്പർ 3 സ്റ്റോറി നല്ലോണം വായിക്കുക. എന്നിട്ട് ക്രമപ്പെടുത്തി എഴുതുക. നമ്പേഴ്സ് ബോക്സിൽ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജിൽ നമ്പർ 1 സംഖ്യ. സംഖ്യ എന്താണ്? പഠിച്ചത് ഓർമ്മയുണ്ടോ? 2-3 പാഠങ്ങളിൽ നമ്മളിത് പഠിച്ചതാണ്. അതായത് നൗൺ, ദ നെയിം ഓഫ് എ പേഴ്സൺ, ആനിമൽ, തിങ് और प्लेस is called a noun. किसी प्राणी, वस्तु या स्थान के नाम को संख्या कहते हैं अथवा नाम वाले शब्द. ഈ പാഠം നല്ലോണം വായിച്ചാൽ ഈ ബോക്സിൽ തന്നിരിക്കുന്ന പേരുകൾ കറക്റ്റ് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തെഴുതുക. നെക്സ്റ്റ് रोमन नंबर 2 सही मात्रा लगाकर शब्द पूरे कीजिए. ഇത് ഈ സ്പെല്ലിംഗ് എല്ലാം ഈ പാഠത്തിലുള്ളത് തന്നെയാണ്. എവിടെയുള്ളത് നോക്കിയിട്ട് കറക്റ്റ് മാത്ര ചേർത്ത് എഴുതി വെക്കുക. ഫസ്റ്റ് വൺ ജിജക്, സെക്കൻഡ് പോട്ടലി, ചാവൽ, ഗരീബി, झोंपड़ी, द्वारका. Okay children, thank you.